Welcome. Today we are going to start a new topic, overhead costing. Let's see. This is a pen. This pen in the cost 25 rupees. So, this pen use the material that easy identify this pen use the plastic material. So, it is 10. Direct material 10 rupees. This pen is labor so you can directly trace labor charge for example 5 പക്ഷേ ഇതിന് 25 രൂപയാണല്ലോ കോസ്റ്റ് ഇതിൽ എന്തൊക്കെ ഉണ്ടാവും ബിൽഡിങ്ങിന് റെന്റ് കൊടുത്ത് അതിന്റെ ഒരു പാർട്ടി ഇതിന്റെ കോസ്റ്റിൽ ഉണ്ടാവും പിന്നെ ഇൻഷുറൻസ് പേ ചെയ്തു so there are lot of expenses incurred for the whole factory ആ ഫാക്ടറിക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇൻകർ ചെയ്ത എക്സ്പെൻസും ഈ കോസ്റ്റിന്റെ ഇതിന്റെ കോസ്റ്റിന്റെ 25 രൂപയുടെ ഭാഗമായിരിക്കും ബട്ട് അങ്ങനെയുള്ള കോസ്റ്റിന്റെ പ്രത്യേകത എന്താണോ ഇറ്റ് cannot be directly charged to a cost center നമുക്ക് ഈ പർട്ടിക്കുലർ പെൻ ഉണ്ടാക്കാൻ ഇത്ര റെന്റ് കൊടുത്തു നമുക്ക് ഈ പറയാൻ പറ്റില്ല അല്ലേ മൊത്തം റെന്റ് കൊടുത്തത് 1000 രൂപയാണെങ്കിൽ എനിക്ക് പറയാൻ പറ്റുള്ളൂ ഈ പെൻ ഉണ്ടാക്കാൻ എനിക്ക് ഇത്ര പൈസ റെന്റ് കൊടുത്ത നോ സോ അങ്ങനെയുള്ള ചില എക്സ്പെൻസസ് ആർ ദർ ഡയറക്റ്റ് മെറ്റീരിയൽ നമ്മൾ മെറ്റീരിയൽ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു ഡയറക്റ്റ് ലേബർ നമ്മൾ ലേബർ കോസ്റ്റിംഗിലും പഠിച്ചു നൗ there are some expenses which cannot be directly charged to a cost center അല്ലെങ്കിൽ നമുക്ക് അത് ഒരു പ്രോഡക്റ്റ് നോക്കിയാൽ നമുക്ക് ഈസിലി അത് ട്രേസ് ഔട്ട് ചെയ്യാൻ പറ്റില്ല so such type of expenses are known as indirect cost അല്ലെങ്കിൽ overhead clear so overhead is a indirect cost ആണ് what is overhead Overhead means any cost which cannot be directly charged to a cost center. ഒരു particular product ന്റെ മേലെ അല്ലെങ്കിൽ particular department ന്റെ മേലെ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റാത്ത product. Okay? And it cannot be easily traceable. So first is meaning it is over. Now coming to accounting point of view, theory ഞാൻ നീറ്റിൽ വന്നിട്ട് ലൈവ് ക്ലാസ് എടുത്തുതരാം. Okay. Now, so you all know what is the meaning of overhead. It is the indirect cost. What is indirect cost? The cost that cannot be directly charged to a cost center or which cannot be easily traceable. അപ്പോൾ indirect ആയിട്ട് യൂസ് ചെയ്ത മെറ്റീരിയൽ വരാം ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ലേബർ ചാർജസ് വരാം ഇൻഡയറക്റ്റ് ആയിട്ടുള്ള അതർ എക്സ്പെൻസസ് വരാം ഓക്കെ ഇത്രയും ഭാഗങ്ങൾ നമ്മൾ ഓവർഹെഡിൽ ഇൻക്ലൂഡ് ചെയ്യണം ഓക്കെ നൗ അക്കൗണ്ടിങ് ഡീറ്റെയിൽസ് ആണ് ഓക്കെ സിമ്പിൾ ആണ് മക്കളെ ഇത് ഇവിടെ നോക്കോ ഞാൻ ഒരു കമ്പനിയിൽ ഉണ്ടാവുന്ന കുറച്ച് ഓവർ ഹെഡ്സിന്റെ പേരാണ് ഇവിടെ എഴുതാൻ പോകുന്നത് ഓക്കെ റെന്റ് ഇൻഷുറൻസ് പിന്നെന്താണോ റിപ്പയർ ഇലക്ട്രിസിറ്റി ചാർജ് മതി സോ ഇങ്ങനെയുള്ള കുറേ ഓവർ ഹെഡ്സ് ഉണ്ടാവും ഒരു ഫാക്ടറിക്കകത്ത് ഓക്കെ അപ്പം ഈ ഓവർ ഹെഡ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഫോർ എക്സാമ്പിൾ റെന്റ് മാത്രം ഞാൻ എടുക്കുന്നത് റെന്റിന് 1000 രൂപ ഈ പെന്നിന്റെ കോസ്റ്റ് 25 ഓക്കെ അപ്പൊ ഈ റെന്റിൽ 10 രൂപ മെറ്റീരിയൽ 5 രൂപ ഇതിന്റെ ഒരു ഭാഗം ഇതിൽ പെടുത്തണല്ലോ അപ്പൊ നമുക്ക് കണ്ടുപിടിക്കണ്ടേ ഈ 1000-ല് എത്രയാണ് എൻ്റെ ഈ പർട്ടിക്കുലർ പെന്നിന്റെ കോസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യാന്ന് എനിക്ക് കണ്ടുപിടിക്കണ്ടേ സോ ദിസ് പ്രോസസ് വി ആർ ഡൂയിങ് ഇൻ ഓവർഹെഡ് കോസ്റ്റിംഗ് എന്താ പഠിക്കാൻ പോകുന്നത് ക്ലിയർ ആണ് പർട്ടിക്കുലർ ഓവർഹെഡ് വിൽ ബി ദർ ഈ ഓവർഹെഡ് മൊത്തം ഫാക്ടറി അല്ലെങ്കിൽ മൊത്തം ഓർഗനൈസേഷൻ്റെ ആണെന്ന് വെച്ചോ സോ നമുക്കറിയണം ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് 25 രൂപയാണെങ്കിൽ അതിൽ ഈ ഓവർഹെഡിന്റെ ഈ റെന്റ് എന്ന് പറയുന്ന ഓവർഹെഡിന്റെ എത്ര ഇവിടെ നമ്മൾ ഈ പർട്ടിക്കുലർ പ്രോഡക്റ്റിന് ചാർജ് ചെയ്യണമെന്ന് പഠിക്കണ്ടോ സോ ദാറ്റ് വി ആർ ഡീലിംഗ് ഇൻ ദിസ് ചാപ്റ്റർ ഓവർഹെഡ് കോസ്റ്റിംഗ് ക്ലിയർ ഓക്കെ അതെങ്ങനെയാ ചെയ്യാന്നുള്ളതിന്റെ പ്രോസസ്സാണ് നിങ്ങളുടെ ഈ ചാപ്റ്ററിലെ പ്രോബ്ലം പാർട്ട് ഓക്കെ നമ്മൾ ഒരു ഓർഗനൈസേഷനിൽ മെയിൻലി 2 തരത്തിലുള്ള കോസ്റ്റ് സെന്റേഴ്സ് മീൻസ് ഡിപ്പാർട്ട്മെന്റ്സ് കോസ്റ്റ് സെന്റർ എന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾക്ക് അറിയാം ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ച പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റും ഉണ്ടാവും
സർവീസ് ഡിപ്പാർട്ട്മെന്റ്സും ഉണ്ടാവും അല്ലടോ. ഒരു ഫാക്ടറി ഒരു ഓർഗനൈസേഷൻ എടുത്ത് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റും ക്യാൻറ്റീന്, ടൈം കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റ് പോലെയുള്ള സർവീസ് ഡിപ്പാർട്ട്മെന്റ്സും ഉണ്ടാവും. ഓക്കെ, അതും പഠിച്ചു. ഇനി കുറച്ച് മുകളിലോട്ട് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടോ, സർവീസ് ഡിപ്പാർട്ട്മെന്റ്. ഫോർ എക്സാമ്പിൾ എ ബി എന്ന് പറഞ്ഞ രണ്ട് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റും ഉണ്ട് നമ്മുടെ ഫാക്ടറിയിൽ. ഡി ഇ എന്ന് പറഞ്ഞ രണ്ട് സർവീസ് ഡിപ്പാർട്ട്മെന്റ്സും ഉണ്ട്. മൊത്തം 4 ഡിപ്പാർട്ട്മെന്റ്, 2 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റും 2 സർവീസ് ഡിപ്പാർട്ട്മെന്റ്. ആൻഡ് നമ്മളെടുത്ത് ഓവർ ഹെഡിന്റെ കുറേ ഓവർ ഹെഡ്സ് ആർ ദർ. ഇത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ ആയിട്ട് കിട്ടുക ഇങ്ങനെ കുറേ ഓവർ ഹെഡിന്റെ പേര്, അതൊക്കെ നമ്മൾ വഴിയെ മനസ്സിലായിക്കോളും. സോ ഫോർ ടൈം ബീയിങ്, സോ റെന്റ് എന്ന് പറഞ്ഞ് 1000 രൂപയുണ്ട്. ഈ 1000 രൂപ മുഴുവൻ, അതായത് ഇത് ഫുൾ ഫാക്ടറിയിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് എ ഉണ്ട്, ബി ഉണ്ട്, ഡി ഉണ്ട്, ഇ ഉണ്ട്, 4 ഡിപ്പാർട്ട്മെന്റ്സ് ഉള്ള ഈ ഫാക്ടറിക്ക് മൊത്തത്തിലാണ് 1000 രൂപ. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്താന്ന് വെച്ചാൽ ഈ 1000 രൂപയാണ് ഞാൻ അപ്പോർഷൻ ചെയ്ത് കൊടുക്കണം. ആർക്കൊക്കെ? എക്ക് കൊടുക്കണം, ബിക്ക് എത്ര കൊടുക്കണം? ഡി ഇ. ഞാൻ സി എഴുതിയിട്ടില്ല കേട്ടോ. ഓക്കെ, എ ബി ഡി ഇ. ഓക്കെ, ഈ 1000 രൂപനെ ഞാൻ ആദ്യം അപ്പോർഷൻ ചെയ്ത് കൊടുക്കും, ഇങ്ങനെ വീതിച്ചു കൊടുക്കും. ഈ 1000-ല് ഇതാ എനിക്കിത്ര, 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 എനിക്കിത്ര. ഓൺ വാട്ട് ബേസിസ് അപ്പോർഷൻ ഇസ് ഡൺ അതൊക്കെ ഞാൻ വഴിയെ പറയും. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണോ, ഒരു ഓവർ ഹെഡ് കയ്യിൽ കിട്ടിയ അതിനെ നമ്മൾ ആദ്യം എന്ത് ചെയ്ത് കൊടുക്കണം? അപ്പോർഷൻ ചെയ്ത് കൊടുക്കണം. വാട്ട് ഇസ് ദാറ്റ്? അപ്പോർഷൻ. ഇതിന്റെ നോട്ട്സ് ഞാൻ തന്നില്ലടോ അല്ലെ? അപ്പോർഷൻ, ദാറ്റ് ഇസ് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും, അപ്പോർഷ്മെന്റ് ഓഫ് ഓവർ ഹെഡ്. ക്ലിയർ? വാട്ട് ഇസ് അപ്പോർഷൻ? അപ്പോർഷ്മെന്റ് ഓഫ് ഓവർ ഹെഡ്, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചാർജ് ചെയ്യാൻ പറ്റാത്ത കോസ്റ്റുകൾ, പറ്റാത്ത ഓവർ ഹെഡ് നമ്മൾ എന്ത് ചെയ്യും? ആർ അപ്പോർഷൻ ടു വാരിയസ് ഡിപ്പാർട്ട്മെന്റ്സ്. വാരിയസ് ഡിപ്പാർട്ട്മെന്റ്, ദാറ്റ് ഇസ് ഇൻക്ലൂഡിങ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആൻഡ് സർവീസ് ഡിപ്പാർട്ട്മെന്റ്. ഇങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ വീതിച്ചു കൊടുക്കുന്നതിനാണ് അപ്പോർഷ്മെന്റ് ഓഫ് ഓവർ ഹെഡ് എന്ന് വിളിക്കുക. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇവിടെ തന്നെ നമ്മൾ അലോക്കേഷൻ എന്നുള്ള ഒരു വേർഡിന്റെ മീനിങ് കൂടെ മനസ്സിലാക്കണം. ഈ അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ, ഇവിടെ ഇങ്ങനെ ഉണ്ടെന്ന് വെച്ചോ, സാലറി ഓഫ് ഫോർമാൻ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് എ ₹500. ഇവിടെ എന്താണ് പറയുന്നത്? ഫോർമാന് സാലറി കൊടുത്തു, ഇറ്റ്സ് എൻ ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. പക്ഷെ ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് ഇത് ആർക്കാ കൊടുത്ത? എ എന്ന് പറയുന്ന പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലുള്ള ആൾക്ക്. അപ്പൊ നമുക്ക് ഇതിനെ ഇനി അലോക്കേറ്റ് ചെയ്ത് അപ്പോർഷൻ ചെയ്ത് കൊടുക്കണോടോ എക്കും ബിക്കും ഡിക്കും ഇക്കും? വേണ്ട, ബിക്കോസ് ഇറ്റ്സ് ഡയറക്ട്ലി ഗിവൺ ആണ്. ഈ പർട്ടിക്കുലർ ഇൻഡയറക്റ്റ് കോസ്റ്റ് ആയ സാലറി പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് എക്ക് മാത്രമാണ്. സോ നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ 500 രൂപ ആർക്ക് മാത്രം കൊടുത്താൽ മതി? ആരുടെ ഓവർ ഹെഡ് ആയിട്ട് കാണിച്ചാൽ മതി? എ ഡിപ്പാർട്ട്മെന്റിന്. ഇതിനെ വിളിക്കുന്ന പേരാണ് അലോക്കേഷൻ ഓഫ് overhead. Okay, charging full amount of overhead, overhead cost to a particular department, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിലേക്ക് നമുക്ക് ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അലോക്കേഷൻ. ആൻഡ് അപ്പോർഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിന് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ അവിടെ എന്ത് ചെയ്യും? അപ്പോർഷൻ ചെയ്യും. എല്ലാവർക്കും, വാരിയസ് ഡിപ്പാർട്ട്മെന്റ് എല്ലാവർക്കും, പ്രൊഡക്ഷനും സർവീസിനും അടക്കം, റിപ്പീറ്റിംഗ് പ്രൊഡക്ഷനും സർവീസിനും അടക്കം എന്ത് ചെയ്യും? നമ്മൾ അപ്പോർഷൻ ചെയ്ത് കൊടുക്കും. സോ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ, അപ്പോർഷൻ ആൻഡ് അലോക്കേഷൻ. അങ്ങനെ ഈ സ്റ്റേജിൽ നമ്മളിപ്പോൾ എന്ത് സ്റ്റേജാണ് കംപ്ലീറ്റ് ചെയ്ത? അപ്പോർഷ്മെന്റ് ചെയ്യുമ്പോൾ ഈ ഓവർ ഹെഡിൽ ഇപ്പോൾ എവിടെയുള്ള ഈ 1000 മാത്രം ഞാൻ ചെയ്യുന്നത്. ഓക്കെ, ഞാനിവിടെ ഇങ്ങനെ ചെയ്യുന്നത് 750 കൂടിപ്പോയി, 500, ഓക്കെ, 200,
200, 100. 1000 ഇടോ, 700. ഓക്കെ. അപ്പൊ ഈ 1000ന് ഞാൻ എന്തോ ഒരു ബേസിൽ, എന്ത് ബേസാന്നൊക്കെ പറയാം, ഞാൻ ഇപ്പൊ 1000ന് ഞാൻ അപ്പോർഷ്മെന്റ് ചെയ്തു. സോ ഈ പ്രോസസ് ഓവർ ആയപ്പോ അതുപോലെ ഞാൻ ഇതൊക്കെ ചെയ്യും, ബട്ട് ഞാൻ ഇപ്പൊ തൽക്കാലം മനസ്സിലാൻ വേണ്ടി ഈ ഒരെണ്ണം എടുത്തിട്ട് ചെയ്യുവാണ്. അപ്പോർഷ്മെന്റ് നമ്മൾ ചെയ്തപ്പോൾ ഈ പർട്ടിക്കുലർ 1000 ഇപ്പൊ എവിടെയെത്തി? എയിലെത്തി, ബിയിലെത്തി, ഡിയിലെത്തി, ഇയിലെത്തി. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അവിടെ പ്രൊഡക്ഷൻ ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് നടക്കുക? ഈ പെന്നിന്റെ പൈസയിൽ എത്ര 1000ന്റെ എത്ര ഭാഗം ഉണ്ടെന്നല്ലേ നമ്മൾ നോക്കുന്നത്. ഓക്കെ. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലാണ് ഈ പെന്ന് പ്രൊഡ്യൂസ് ചെയ്യുക. പിന്നെന്തിനാ നമ്മൾ സർവീസ് ഡിപ്പാർട്ട്മെന്റ് എന്തെങ്കിലും ഇങ്ങോട്ട് എന്തെങ്കിലും ഇൻകം ഉണ്ടാക്കുന്നുണ്ടോ? സോറി, സർവീസ് ഡിപ്പാർട്ട്മെന്റിൽ എന്തെങ്കിലും പ്രൊഡക്ഷൻ നടക്കുന്നുണ്ടോ? ഇല്ല. സോ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താണെന്നറിയോ? റീഅപ്പോർഷ്മെന്റ്. തിരിച്ചപ്പോർഷൻ ചെയ്യുക. എന്ത് തിരിച്ചപ്പോർഷൻ ചെയ്യുക? സർവീസ് ഡിപ്പാർട്ട്മെന്റിലുള്ള ഓവർഹെഡ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ എന്ത് ചെയ്യുക? വീതിച്ച് കൊടുക്കുക, അപ്പോർഷൻ ചെയ്ത് കൊടുക്കുക. ഈ പ്രോസസ്സിന് നമ്മൾ വിളിക്കുന്ന പേരാണ് റീഅപ്പോർഷ്മെന്റ് അല്ലെങ്കിൽ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് വിളിക്കും. ഓക്കെ, സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ. ഇതിനെ നമ്മൾ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് വിളിക്കും, ഇതിനെ നമ്മൾ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് വിളിക്കും. വാട്ട് ഈസ് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ? പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ കഴിയുമ്പോൾ ഓവർഹെഡ് ചാർജസ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലും സർവീസ് ഡിപ്പാർട്ട്മെന്റിലും ഉണ്ടാവും. എന്നിട്ട് നമ്മൾ സർവീസ് ഡിപ്പാർട്ട്മെന്റിലുള്ള പൈസ ഉണ്ടല്ലോ, ഓവർഹെഡ് ഉണ്ടല്ലോ, അതിനെ നമ്മൾ തിരിച്ച് വീണ്ടും ആറിലേക്ക് അലോക്കേറ്റ് ചെയ്യും, എക്കും ബിക്കും. ഇപ്പൊ 200 ആണെങ്കിൽ അലോക്കേറ്റ് ചെയ്യുന്ന ഞാൻ 1:1 ഉള്ള റേഷ്യോ ആണെങ്കിൽ ഈ പർട്ടിക്കുലർ സാധനം ഇവിടെ 100, ഇവിടെ. അപ്പൊ ഇതിലെന്തായി? 0 ആയി. ഇതും അതുപോലെ 1:1 ആണെങ്കിൽ 50-50. ഇവിടെയും എന്തായി? 0 ആയി. ഓക്കെ. ഈ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റീഅപ്പോർഷ്മെന്റ് ഓഫ് ഓവർഹെഡ് അല്ലെങ്കിൽ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ നമ്മൾ ആദ്യം അലോക്കേഷൻ അല്ലെങ്കിൽ അപ്പോർഷ്മെന്റ്. അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ചാർജ് ചെയ്യാൻ പറ്റുന്ന എക്സ്പെൻസ് ഡയറക്റ്റ് ആയിട്ട് ആ പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിന് ചാർജ് ചെയ്യും. ദെൻ സെക്കൻഡ് ഇസ് അപ്പോർഷ്മെന്റ് ഇസ് ഓവർ. വാട്ട് ഇസ് അപ്പോർഷ്മെന്റ്? മൊത്തം ഓവർഹെഡിന് എല്ലാ ഡിപ്പാർട്ട്മെന്റിനും, പ്രൊഡക്ഷനും സർവീസ് ഡിപ്പാർട്ട്മെന്റിനും കൊടുക്കുന്നതിനെ നമ്മൾ എന്ത് പറയും? അപ്പോർഷ്മെന്റ് എന്ന് പറയും. അതിന് റീഅപ്പോർഷ്മെന്റ് എന്ന് പറഞ്ഞാൽ സർവീസ് ഡിപ്പാർട്ട്മെന്റിലുള്ള ഓവർഹെഡ്സിന് നമ്മൾ തിരിച്ച് ആരിലേക്ക് മെർജ് ചെയ്യുന്ന, ആരിലേക്ക് കൊണ്ടുവരുന്നത്? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ ഓവർഹെഡിന്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുക. ദാറ്റ് ഈസ് സർവീസ് ഡിപ്പാർട്ട്മെന്റ് കോസ്റ്റ് ആർ അപ്പോർഷൻ ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്. ഇതിനെ നമ്മൾ റീഅപ്പോർഷ്മെന്റ് എന്നും കൂടെ വിളിക്കും. ഇനി ഇതിപ്പോ നമ്മൾ ഇനി എല്ലാ ഓവർഹെഡും ആരെ കയ്യിലെത്തിയടോ? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിലെത്തിയല്ലോ അല്ലേ? ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റേജ് അബ്സോർപ്ഷൻ. പി ആണ് കേട്ടോ. അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ്. ഈ അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിപ്പോ മൊത്തമുള്ള ഓവർഹെഡ് 650 ഓവർഹെഡിന് പർട്ടിക്കുലർ പ്രോഡക്റ്റിന്റെ കോസ്റ്റിനടുത്ത്. Okay, next stage is distribute the overhead of the production department to the unit produced. എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തതിന് അതിന്റെ ബേസിൽ അതിനെ അപ്പോർഷൻ ചെയ്ത് കൊടുക്കുന്ന, അല്ലെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്ന പ്രോസസ്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നതിനെ നമ്മൾ എന്ത് വിളിക്കുക? അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ്. Again repeating, it is the distributing the overhead of the production department to the unit produced in the department. So ഈ പ്രോസസ്സും നമ്മൾ പഠിക്കും. ഓക്കെ. സോ ഇങ്ങനെ 3 തരത്തിലുള്ള അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്സ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള. വൺ ഇസ് അലോക്കേഷൻ ആണെങ്കിൽ പ്രശ്നമില്ല, ബിക്കോസ് നമ്മളിവിടെ പറഞ്ഞു ഫോർമൽ ഡിപ്പാർട്ട്മെന്റ് എ എന്ന് പറഞ്ഞാൽ ആ ഒരു സാധനം ഡിപ്പാർട്ട്മെന്റ് എക്ക് മാത്രം ചാർജ് ചെയ്താൽ മതി. ദെൻ ഇറ്റ് ഇസ് അപ്പോർഷ്മെന്റ് മീൻസ് ഡിവൈഡിങ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടിംഗ് ദി ഓവർഹെഡ് ടു all departments including service department. Next is reapportionment or secondary distribution എന്ന് പറഞ്ഞാൽ സർവീസ് ഡിപ്പാർട്ട്മെന്റിലെ ഓവർഹെഡ് തിരിച്ച് റീഅപ്പോർഷനിങ് ടു ദി പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്, എന്നിട്ട് സർവീസ് ഡിപ്പാർട്ട്മെന്റ് ഓവർഹെഡ് എന്താക്കുക? നില്ലാക്കുക. ഓക്കെ.
ഇനി അടുത്ത ലാസ്റ്റ് സ്റ്റേജ് ഇസ് അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ് മീൻസ് ഡിസ്ട്രിബ്യൂട്ടിംഗ് ദി ഓവർഹെഡ് ഓഫ് ദ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്. ഡിസ്ട്രിബ്യൂട്ടിംഗ് ദി ഓവർഹെഡ് ഓഫ് ദ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ടു ദ യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദി ഡിപ്പാർട്ട്മെന്റ്. ഇതാണ് നിങ്ങളുടെ മൊത്തത്തിലുള്ള ഓവർഹെഡ് കോസ്റ്റിംഗിന്റെ ഒരു സമ്മറി പോലെയുള്ളത്. ഇനി ഞാൻ ഇതിനെ ഒരു ചെറിയ ഡയഗ്രാം പോലെ കാണിച്ചു തരാം. ഇതാണ് നിങ്ങളുടെ ബേസ്. ഇത് തരുവാണെങ്കിൽ ഇറ്റ്സ് ഈസി ഫോർ യു. ഓക്കെ, ലെറ്റ്സ് സീ. ഓവർഹെഡ്സ് ആർ ദർ. OH എന്ന് എഴുതുന്നു അല്ലെ. ഫസ്റ്റ് സ്റ്റെപ്പ് അപ്പോർച്ച്മെന്റ്. ഞാൻ തൽക്കാലം അലോക്കേഷൻ അവിടെ വെക്കുവാണ്. അപ്പോർച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ ആർക്കൊക്കെ വരും? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിനും വരും, സർവീസ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ. പോർഷൻ ടു 2 ഡിപ്പാർട്ട്മെന്റ്സിന് അല്ലെ. ഓക്കെ, നമ്മൾ എക്സാമ്പിൾ എയും ബിയും ഡിയും ഇ. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് സർവീസ് ഡിപ്പാർട്ട്മെന്റിലെ ഓവർഹെഡിന് റീ അപ്പോർഷൻ അല്ലെങ്കിൽ സെക്കൻഡറി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആർക്ക്? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക്. ഓക്കെ, ഇനി അടുത്തതോ ലാസ്റ്റ് സ്റ്റെപ്പ് അബ്സോർപ്ഷൻ. Absorption means distributing the overhead of the production department to units produced in each department. Okay, ഈ പ്രോസസ് ആണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന. അപ്പോർച്ച്മെന്റ് മീൻസ് എല്ലാം രണ്ടിലേക്കും കൊടുക്കുക. പിന്നെ അടുത്തത് സർവീസ് ഡിപ്പാർട്ട്മെന്റിലത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് റീ അപ്പോർഷൻ ചെയ്യുക. എന്നിട്ട് ലാസ്റ്റ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലുള്ള ഓവർഹെഡിനെ യൂണിറ്റ് പ്രൊഡ്യൂസ്ഡിലേക്ക് ചാർജ് ചെയ്യുക. ദിസ് ഈസ് ദ പ്രോസസ് ദാറ്റ് വി ആർ ഗോയിങ് ടു ഡു in our coming classes. Clear? Okay, അപ്പോൾ ബേസ് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. Now first topic, apportionment of overhead. apportionment എന്ന് പറയുമ്പോൾ റിപ്പീറ്റ് ചെയ്യുന്നില്ല, തലക്കകത്ത് ഓടണം. ഓക്കെ, apportionment എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം പ്രൈമറി ആൻഡ് സെക്കൻഡറി രണ്ടും അപ്പോർച്ച്മെന്റ് ആണ്. ഒന്ന് റീ അപ്പോർച്ച്മെന്റും ഒന്ന് അപ്പോർച്ച്മെന്റും. സോ ഫസ്റ്റ് നമ്മൾ ഡീൽ ചെയ്യുക പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ആണ്. വാട്ട് ഈസ് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ? പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഓവർഹെഡിന് എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്സിലേക്കും സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്കും അപ്പോർഷൻ ചെയ്യുന്നതിനാണ് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം. സോ നമ്മൾ ആദ്യം പഠിക്കുന്നത് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി നേരത്തെ പറഞ്ഞ പോലെ റെന്റ്, ഇൻഷുറൻസ്, റിപ്പയർ, നമുക്ക് ഓർമ്മയില്ല എന്താ എഴുതുന്നത്. എനിവേ റെന്റ് 1000 രൂപ. അപ്പം പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ നമ്മൾ പറഞ്ഞ പ്രകാരം പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആയ എക്കും ബിക്കും, നമ്മൾ നേരത്തെ എക്സാമ്പിളിൽ സർവീസ് ഡിപ്പാർട്ട്മെന്റ് ആയ ഡിക്കും ഇക്കും ഈ 1000 രൂപേനെ നമ്മൾ ഇങ്ങനെ അപ്പോർഷൻ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോർഷൻ ചെയ്യാൻ നമ്മൾ എന്ത് ബേസിലാണ്? ഈ 1000നെ നമ്മൾ ഈ 4 ഡിവൈഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു റേഷ്യോ വേണ്ടടോ, എന്നുള്ളത് അല്ലേ. സോ അതിനാണ് നമ്മൾ എന്ത് ബേസിലാണ് നമ്മൾ ഈ പർട്ടിക്കുലർ ഓവർഹെഡിനെ ഡിവൈഡ് ചെയ്യാന്നുള്ളതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. എന്ത് ബേസ് ആയിട്ട് വെച്ചിട്ട് വേണം ഈ ഓവർഹെഡിനെ ഡിവൈഡ് ചെയ്യാൻ? ഒരു പ്രശ്നവുമില്ല. അതിന് എന്ത് തന്നിട്ടുണ്ട്? നമുക്കൊരു ചാർട്ട് തന്നിട്ടുണ്ട്. ആ ചാർട്ട് പ്രകാരമാണെങ്കിൽ റെന്റ് എന്ന് പറയുന്ന ഓവർഹെഡിന് ബേസ് ഓഫ് അപ്പോർച്ച്മെന്റ് ചെയ്യേണ്ട ബേസ് ഫ്ലോർ ഏരിയ ആണ്. ഫ്ലോർ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? എ എത്ര, അതായത് മൊത്തം ഫാക്ടറിയിൽ എ എത്ര ഫ്ലോർ ഏരിയ യൂസ് ചെയ്യുന്നുണ്ട്, ബി എത്ര ഫ്ലോർ ഏരിയ യൂസ് ചെയ്യുന്നുണ്ട്, ഡി എത്ര ഫ്ലോർ ഏരിയ യൂസ് ചെയ്യുന്നുണ്ട്, ഇ എത്ര ഫ്ലോർ ഏരിയ യൂസ് ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ ബേസിലാണ് ഈ റെന്റിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. എക്സാമ്പിൾ നിങ്ങൾ ക്വസ്റ്റ്യനിൽ തരും ഫ്ലോർ ഏരിയോന്റെ റേഷ്യോ 3:2:1:3 എന്നാണെങ്കിൽ നിങ്ങൾ ഈ 1000 രൂപേനെ ഈ റേഷ്യോയിൽ ഇവർക്ക് 4 പേർക്കും എന്ത് ചെയ്യുക? ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, നൗ ഏകദേശം ക്ലിയർ ആണ്. ഇനി നോക്കിക്കോളെ. അപ്പൊ ഞാൻ പറഞ്ഞു കുറേ ബേസസ് ഉണ്ടെന്ന് അല്ലെ, അപ്പോർഷൻ ചെയ്യാൻ കുറേ ബേസസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ഇല്ലേ, അതില് ഒന്നാമത്തെ ആളാണ് ഫ്ലോർ ഏരിയ. ഫ്ലോർ ഏരിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കണം ഏതൊക്കെ ഓവർഹെഡ് ആണ് ഫ്ലോർ ഏരിയന്റെ ബേസിൽ ഡിവൈഡ് ചെയ്യാൻ. ഒന്ന് റെന്റ് ആണ്, പിന്നെന്തായിരിക്കുമോ റെന്റ്, റേറ്റ്സ്, ടാക്സസ്. നമ്മൾ ഒരുമിച്ച് വരുന്ന 3 അല്ലെ, നമ്മൾ കേട്ട് ശീലിച്ചതാണ്. റെന്റ്, റേറ്റ്സ് ആൻഡ് ടാക്സസ്.
സോ ഇതേ ക്വസ്റ്റ്യനിൽ കണ്ടാൽ ഇറ്റ് ഇസ് ഓൺ ദ ബേസിസ് ഓഫ് ഫ്ലോർ ഏരിയ. പിന്നെ ഓക്കെ നോക്കാം. പിന്നെ അടുത്തൊരു ബേസ് ആയിട്ട് നമ്മൾ എടുക്കുക ഡയറക്റ്റ് വേജ് ആണ്. ഈ ഫ്ലോർ ഏരിയ ഒക്കെ ക്വസ്റ്റ്യനിൽ തരും കേട്ടോ. എക്ക് ഇത്ര ഫ്ലോർ ഏരിയ, ബിക്ക് ഇത്ര ഫ്ലോർ ഏരിയ, ഡിക്ക് ഇത്ര, ഇക്ക് ഇത്ര. അതേപോലെ ഡയറക്റ്റ് വേജസും എന്റെ ഡയറക്റ്റ് ഇത്ര, ബിന്റെ ഡയറക്റ്റ് ഇത്ര, ഡിന്റെ ഡയറക്റ്റ് ഇത്ര, ഇന്റെ ഡയറക്റ്റ് ഇത്ര എന്ന് പറയും. ഇനി ഡയറക്റ്റ് വേജസ് യൂസ് ചെയ്തിട്ട് അപ്പോർഷൻ ചെയ്യുന്നത് എഴുതുന്നില്ല, കേട്ടാ മതി. വർക്ക്മാൻ കോമ്പൻസേഷൻ, കോൺട്രിബ്യൂഷൻ ടു PF, കോൺട്രിബ്യൂഷൻ ടു എംപ്ലോയ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ഫണ്ട് ഇല്ലേ അത്, ഇൻഷുറൻസ് ഓഫ് വർക്കേഴ്സ്, ബാക്കിയെല്ലാം നമുക്ക് ഏകദേശം കണ്ടാൽ മനസ്സിലാവും. സോ ഇൻഷുറൻസ് ഓഫ് വർക്കേഴ്സും നമ്മൾ ബേസ് എന്താ ഡയറക്റ്റ് വേജ്. പിന്നെ അടുത്തൊരു ബേസ് നമ്പർ ഓഫ് എംപ്ലോയി ആണ്. നമ്പർ ഓഫ് എംപ്ലോയിൽ ക്യാൻറ്റീൻ ചാർജ്, സാലറി, മെഡിക്കൽ എക്സ്പെൻസ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഏതിൻ്റെ ബേസിൽ, നമ്പർ ഓഫ് എംപ്ലോയീസിൻ്റെ ബേസിൽ. പേടിക്കണ്ട കേട്ടോ, ഞാൻ ഇതിൻ്റെ ഒരു ചാർട്ട് ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇവിടെ കാണിക്കുക, അതുകൊണ്ടാണ് ഞാൻ ഇത്തിരി സ്പീഡിൽ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് നമ്പർ ഓഫ് ലേബർ ഹവേഴ്സ്, പിന്നെ അസറ്റിൻ്റെ വാല്യൂ, പിന്നെന്താടോ ബേസ് വരിക, ലൈറ്റ് പോയിന്റ്സ്, പിന്നെ ഹോഴ്സ് പവർ, അങ്ങനെയുള്ള ഒരുപാട് ബേസസ് ആർ ദർ. അതിൻ്റെ ബേസിലാണ് ഈ തന്നിരിക്കുന്ന ഓവർ ഹെഡ് നമ്മൾ എന്ത് ചെയ്യുക, അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. ക്വസ്റ്റ്യനിൽ ഓവർ ഹെഡ് ഇത്ര എന്നും പറയും, ഈ പെർട്ടിക്കുലർ സാധനവും പറയും. ബട്ട് ബേസ് ഏതാന്ന് നിങ്ങൾ മനസ്സിൽ ഓർമ്മിച്ച് വെക്കണം. ഇപ്പൊ രണ്ടാണെങ്കിൽ ഫ്ലോർ ഏരിയ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. സോ ഓവർ ഹെഡും അതിന്റെ പർട്ടിക്കുലർ ബേസും നിങ്ങൾ പഠിക്കണം. അതിന്റെ ഒരു ടേബിൾ നിങ്ങൾക്ക് ഇപ്പം സ്ക്രീനിൽ കാണാൻ പറ്റും. കാണുന്നുണ്ടല്ലോ. ഫസ്റ്റ് ഐറ്റം റെന്റ്, റേറ്റ് ആൻഡ് ടാക്സസ് ആണ്. അത് എന്തിന്റെ ബേസിലാണ് അപ്പോർഷൻ ചെയ്യേണ്ട, ഫ്ലോർ ഏരിയ. നെക്സ്റ്റ് റിപ്പയർ ആണ് ഫ്ലോർ ഏരിയ, മെയിൻ്റനൻസ്, റിപ്പയർ, ഫ്ലോർ ഏരിയ. ഡിപ്രിസിയേഷൻ, അസറ്റ് വാല്യൂ, അസറ്റിന്റെ വാല്യൂ. അല്ലെങ്കിൽ നമുക്ക് ചില ക്വസ്റ്റ്യനിലുണ്ടല്ലോ, ഇവിടെ ശ്രദ്ധിച്ചോളെ. ഓക്കെ, എന്താ ഇപ്പൊ പറഞ്ഞ ഡിപ്രിസിയേഷൻ അല്ലേ. ഡിപ്രിസിയേഷൻ നമ്മൾ അസറ്റിന്റെ വാല്യൂന്റെ മേലെയാണ് ചെയ്യുക. ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഓവർ ഹെഡ്, ഈ ഡിപ്രിസിയേഷൻ എന്ന് പറയുന്ന ഓവർ ഹെഡിന്റെ ബേസ് അസറ്റിന്റെ വാല്യൂ ആണ്. ഈ ചില ക്വസ്റ്റ്യനിൽ നമുക്ക് ഇങ്ങനെയാ തരിക, അസറ്റിന്റെ വാല്യൂ ഗിവൺ ആയിരിക്കില്ല, ക്യാപിറ്റൽ വാല്യൂയും തരും, മെഷീൻ ഹവറും തരും. ഓക്കെ, നമ്മൾ ഇത് രണ്ടും ഇൻറ്റു ചെയ്തിട്ടാണ് ഡിപ്രിസിയേഷൻ കാണുക. അതിന്റെ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്യും. അറ്റ്ലീസ്റ്റ് അന്നേരം ഞാനിതൊന്ന് പറഞ്ഞു തന്നിട്ടുള്ള ഓർമ്മിച്ചാൽ മതി. ഓക്കെ, ഇവിടെ ഞാൻ ഉദ്ദേശിച്ചത് എന്താന്ന് പറഞ്ഞാൽ, അധികവും നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള കിട്ടിയില്ലെങ്കിൽ ദ നെക്സ്റ്റ് ആപ്റ്റ് ആണ് നമ്മൾ എടുക്കുക. അതൊക്കെ കണക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. നെക്സ്റ്റ് ബോർഡിൽ നോക്കിക്കോ, റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി, അസറ്റ് ആൻഡ് അസറ്റിന്റെ വാല്യൂ. ഇൻഷുറൻസ് അസറ്റിന്റെ മേലെയാണെങ്കിൽ അസറ്റിന്റെ വാല്യൂ. ലൈറ്റിംഗ് നമ്പർ ഓഫ് ലൈറ്റ് പോയിന്റ്സ്. ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് നമ്പർ ഓഫ് ലൈറ്റ് പോയിന്റ്സ്. ഇനി അത് തന്നില്ലെങ്കിൽ നമ്പർ ഓഫ് എംപ്ലോയീസോ ഫ്ലോർ ഏരിയയോ നമുക്ക് എടുക്കാം. നെക്സ്റ്റ് അതിന്റെ താഴെ ഞാൻ പെന്നോണ്ട് എഴുതിയത് സൺട്രീസ് എന്നാണ്. സൺട്രീസ് എന്നുള്ളത് ഒരു ഓവർ ഹെഡ് ക്വസ്റ്റ്യനിൽ ഉണ്ടെങ്കിൽ അത് ഡിവൈഡ് ചെയ്യേണ്ട ബേസ് ഡയറക്റ്റ് വേജ് ആണ്. ദെൻ ഇൻഡയറക്റ്റ് വേജ് എന്ന് പെന്നോണ്ട് എഴുതിയിട്ടുണ്ടാവും. അതും നമ്മൾ ഡയറക്റ്റ് വേജിന്റെ അടിസ്ഥാനത്തിലാണ് കൊടുക്കുക. അതും ചില കണക്കിൽ ഗിവൺ ആയിരിക്കൂല. ആ സമയത്ത് നമ്മൾ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, അതവിടെ പറയാം. പവർ, ഹോഴ്സ് പവർ ഓഫ് മെഷീൻ. നെക്സ്റ്റ് supervision, number of workers, canteen number of workers, timekeeping number of workers, welfare expense number of workers, compensation number of workers. തന്നിട്ടില്ലെങ്കിൽ ഡയറക്റ്റ് വേജ്. ഓവർ ടൈം കോസ്റ്റ്, ഡയറക്റ്റ് ലേബർ അവർ, ESI, PF ഡയറക്റ്റ് വേജസ്, ജനറൽ ഓവർ ഹെഡ് ഡയറക്റ്റ് വേജസ്, സ്റ്റോർസ് ഓവർ ഹെഡ്, വാല്യൂ ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ചാർജ്. അങ്ങനെയുള്ള 20 എണ്ണം പ്രിന്റഡും കാണാം. അതിൻ്റെ താഴെ ഞാൻ ജനറൽ എക്സ്പെൻസ് എന്ന് എഴുതിയിട്ടുണ്ട്. അത് വിട്ടെ അത് എഴുതണ്ട കേട്ടോ. 20 എണ്ണം ഉണ്ട്. ഓഡിറ്റ് ഫീ വരെ നോക്കുക. ഓഡിറ്റ് ഫീ സെയിലിന്റെ ബേസിലാണ് അപ്പോർഷൻ കണ്ട. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ പഠിച്ച് വെക്കണം. എനിവേ ക്വസ്റ്റ്യൻ കണ്ടാൽ നമുക്ക് കുറേയൊക്കെ ഇപ്പൊ പഠിക്കണ്ട. നമ്മൾ 2-3 ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞിട്ട് പഠിക്കുമ്പോൾ ഈസി ആയിരിക്കും. ഓക്കെ, അതുവരെ നിങ്ങൾ ആസ് യൂഷ്വൽ നിങ്ങൾ മറച്ചിട്ട് നോക്കിയിട്ട്
നിങ്ങൾ അപ്പോർഷൻ ചെയ്യില്ല, അങ്ങനെയല്ല നിങ്ങൾ ചെയ്യുക. എനിവേ ആദ്യം തന്നെ ബൈ ഹാർട്ട് പഠിക്കേണ്ടതാണ് എൻ്റെ ഒപ്പീനിയൻ. 1-2 പ്രോബ്ലം ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പല കാര്യങ്ങളും നമ്മുടെ മനസ്സിലുണ്ടാവും. അതിന് ശേഷം നമുക്കത് പഠിക്കാം. ഓക്കെ, നൗ യു ക്യാൻ സീ വൺ ക്വസ്റ്റ്യൻ ഓൺ ദ ബോർഡ്. ഞാൻ ചെയ്യില്ല, കണ്ട. കൈരളി ലിമിറ്റഡിന് 5 ഡിപ്പാർട്ട്മെന്റ്സ് ആർ ദർ, A, B, C, D and E. Of these, A, B and C are production department and D and E are service department. Okay, clear ആണ്. Overhead expense തന്നിട്ടുണ്ട്, rent, depreciation, insurance of plant, building, rent, rates, lighting, power, stores overhead, subsidy to canteen തന്നിട്ടുണ്ട്. Apportion the cost to departments after taking into account the following further data. ഏരിയ തന്നിട്ടുണ്ട്, ഡിപ്പാർട്ട്മെന്റ് എക്ക്, ബിക്ക്, സിക്ക്, ഡിക്ക് ഇത്ര. നമ്പർ ഓഫ് എംപ്ലോയീസ് തന്നിട്ടുണ്ട്. വാല്യൂ ഓഫ് അസെറ്റ്സ് അതർ ദാൻ ബിൽഡിംഗ്, ബിൽഡിംഗ് അല്ലാത്ത വാല്യൂ ഓഫ് അസെറ്റ് തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ലൈറ്റ് പോയിന്റ്സ് തന്നിട്ടുണ്ട്. ഹോഴ്സ് പവർ ഓഫ് മെഷീൻ തന്നിട്ടുണ്ട്. വാല്യൂ ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് തന്നിട്ടുണ്ട്. ഇത്രയും അപ്പോർഷൻ ചെയ്യാനുള്ള ബേസ് തന്നിട്ടുണ്ട്. You first pause the video and write the question. Question എഴുതി എടുത്താട്ടെ. This is a format. Primary distribution എന്ന് ഹെഡിങ് കൊടുക്കുക, അല്ലെങ്കിൽ അപ്പോർച്ച്മെന്റ് ഓഫ് ഓവർഹെഡ് എന്ന് ഹെഡിങ് കൊടുക്കുക. ഐറ്റംസ് എന്ന് പറഞ്ഞിട്ടൊരു കോളം ഉണ്ടാവും. ബേസ്, ടോട്ടൽ. ഐറ്റം ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഒന്നാമത്തെ ഐറ്റം എഴുതേണ്ടത് റെന്റ് അല്ലേ? അതിന് ഐറ്റം റെന്റിന്റെ ബേസ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ തിരിച്ചിട്ടിട്ട് തൽക്കാലം നോട്ട്സ് നോക്കിയാൽ മതി. ഫ്ലോർ ഏരിയ ആണ്, അപ്പോൾ ഇവിടെ നമ്മൾ എഴുതും ഫ്ലോർ ഏരിയ, ബേസ് ഫ്ലോർ ഏരിയ. ഇനി ഫ്ലോർ ഏരിയ എടുത്ത് നോക്കിയാട്ടെ. A 3000, 4000, C 4000, 2000, 2000. അപ്പോൾ നമുക്ക് റേഷ്യോയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ എഴുതിക്കൂടെ? 3:4 എത്ര? 4:2 how much? Last one 2. ഇങ്ങനെ എഴുതിക്കൂടോ? ഇനി ഇതിനെ ചുരുക്കാൻ പറ്റുമോ? ഇല്ല. 3, 4, 2. ഓക്കെ, 3:4:2:2. ഇനി ടോട്ടലിന്റെ കോളത്തിൽ റെന്റിന്റെ എമൗണ്ട് എത്രയാണോ? ഓക്കെ, കാൽക്കുലേറ്റർ എടുക്കുക, റേഷ്യോ കാണാം. ഒന്ന് ഞാൻ ചെയ്തു തരാം, ബിക്കോസ് ക്ലാസ്സിൽ പല വിധത്തിലുള്ള കുട്ടികളുണ്ട്, അറിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. കാരണം ഒരു എക്സാം ഹോളിൽ പോയപ്പോൾ ഇതുവരെ എഴുതിയിട്ട് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇതുവരെ അപ്പുറത്തെ കുട്ടീനെ നോക്കി എഴുതി. സോ ഞാൻ കുറച്ച് ഇങ്ങോട്ട് മാറ്റിയിരുത്തിയപ്പോൾ ആ കുട്ടിക്ക് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയുന്നുണ്ടായിട്ടില്ല. സോ അതുപോലെ എനിക്കറിയില്ലല്ലോ നിങ്ങളെ സ്റ്റാൻഡ് എന്താണ്. സോ ഇതിനെ നമ്മൾ A, B, C, D, Eക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ മതി. എക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ എൻ്റെ സ്ഥലത്തുള്ളത് 3 ആണ്. സോ ഇറ്റ് ഈസ് 3/3 + 4 + 4 + 2 + 2. എത്രയാ കിട്ടുക? എത്രയാണോ കിട്ടുക? 4, 10, 15 അല്ലേ? 15 ആഡ് ചെയ്താൽ അല്ലേ? 2, 2, 4, 8, 12, 15. സോ 3/15 ഇവിടെ എഴുതും. ഓക്കെ, ഇത് ചെയ്ത് കിട്ടുന്ന ആൻസർ ഇവിടെ എഴുതും. ഇനി ബീൻ്റെ ആണെങ്കിൽ ബീൻ്റെ അടുത്തുള്ളത് 3 അല്ല, രണ്ടാമത്തെ ആൾ B 4. സോ ഇവിടെ എന്താവും? 4 ആവും. അതിവിടെ എഴുതും. ഇനി സീൻ്റെ ആണെങ്കിൽ സീൻ്റെ പൊസിഷനിലുള്ളത് 4, ഇറ്റ് ഈസ് 4/12. ഡീൻ്റെ ആണെങ്കിൽ ഇവിടെ അതെന്താവും? 2 ആവും. അഗെയിൻ ഈൻ്റെ ആണെങ്കിൽ ഇവിടെ എന്താവും? 2 ആവും. ക്ലിയർ? സോ ഇങ്ങനെ നിങ്ങൾ പോർഷൻ ചെയ്ത് കൊടുക്കുക. ഞാനത് ചെയ്യുന്നില്ല, നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. പോർഷൻ ചെയ്ത് കൊടുക്കുക. അടുത്തത് ഓക്കെ, ഒന്നാമത്തെ ഞാൻ ചെയ്തു തരാം അല്ലേ? 2160 കിട്ടും ചെയ്താൽ 2880 കിട്ടും. ആൻഡ് നെക്സ്റ്റ് സെയിം അല്ലേ? 2880. നൗ 2. ഒന്ന് നോക്കിയേക്കണേ, ഇത് തന്നെ കിട്ടുക. ഞാൻ നോക്കി എഴുതുന്നതാണ്, ബട്ട് എനിക്ക് തെറ്റിപ്പോയാലോ? ഓക്കെ, നൗ ഇറ്റ് ഈസ് സെക്കൻഡ് വൺ. സെക്കൻഡ് വൺ ഇസ് ഡിപ്രിസിയേഷൻ ഓഫ്, അവിടെ ഷോർട്ട് ഫോം ഒന്നും എഴുതിയേക്കരുത്. ഡിപ്രിസിയേഷൻ ഓഫ് ബിൽഡിംഗ്. ഞാൻ എന്ത് എഴുതും, നിങ്ങൾ എഴുതാൻ പാടില്ല. ഓക്കെ, ഡിപ്രിസിയേഷൻ ഓഫ് ബിൽഡിംഗ് ഓൺ വാട്ട് ബേസിസ്? നമ്മൾ എടുത്തു നോക്കിയാട്ടെ. ഡിപ്രിസിയേഷൻ എന്നുള്ള പോയിന്റിൽ എന്ത് ബേസിൽ? ആ ടേബിൾ എടുത്തു നോക്കിയാട്ടെ. അസറ്റിന്റെ വാല്യൂ നോക്കിയാട്ടെ. നിങ്ങൾ വന്നിട്ട് ഡിപ്രിസിയേഷൻ ഓഫ് ബിൽഡിംഗ് എന്നാ പറയുന്നത്. ബിൽഡിങ്ങിന്റെ വാല്യൂ തന്നിട്ടുണ്ടോ? ഇല്ല. വാല്യൂ ഓഫ് അസെറ്റ് അതർ ദാൻ ബിൽഡിംഗ് എന്നാ പറയുന്നത്. ബിൽഡിംഗ് അല്ലാത്ത വേറെ വാല്യൂ ഒക്കെയാ തന്നത്, പക്ഷെ നമുക്ക് ബിൽഡിങ്ങിന്റെ വാല്യൂ തന്നിട്ടില്ല. ഇനി അതിനോട് അടുത്ത് നിൽക്കുന്ന എന്തെങ്കിലും ഒരു സാധനം തന്നിട്ടുണ്ടോ? എംപ്ലോയീസിന്റെ ബേസിൽ ബിൽഡിംഗ് ഒന്നും ചെയ്യാനില്ല. ലൈറ്റ് പോയിന്റ്സ് പ്രശ്നമോ ഇനിയില്ലേ? ഇങ്ങനെയുള്ള കേസിൽ നമ്മൾ ഡിപ്രിസിയേഷനാ
ഫ്ലോർ ഏരിയ അല്ലെങ്കിൽ ഏരിയന്റെ ബേസിൽ തന്നെയാണ് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, നമ്മളെ ടേബിളിൽ പറഞ്ഞിരിക്കുന്ന ഒരു ബേസിലുള്ള സംഭവം നമുക്ക് തന്നില്ലെങ്കിൽ ഏറ്റവും ആപ്റ്റ് ആയത് എന്ന് പറയാം. സോ ഏറ്റവും ആപ്റ്റ് ആയിട്ട് ഇവിടെ ഉള്ളത് ഫ്ലോർ ഏരിയ. സോ അഗെയിൻ ഫ്ലോർ ഏരിയന്റെ ബേസിൽ ഈ ബേസിൽ എത്ര ഡിപ്രിസിയേഷൻ എമൗണ്ട് 54,000 നമ്മൾ എന്ത് ചെയ്യുക, ഈ ബേസിൽ ഇവിടെ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അടുത്ത ഐറ്റം എന്താ, ഡിപ്രിസിയേഷൻ ഓഫ് അതർ അസറ്റ്സ് 42,000 ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ. വാല്യൂ ഓഫ് അസറ്റ്സ് അതർ ദാൻ ബിൽഡിംഗ് അല്ലാത്ത ബാക്കി അസറ്റ് തന്നിട്ടുണ്ട്. സോ ആ റേഷ്യോയിൽ വേണം നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ. ആ റേഷ്യോ എന്ന് പറഞ്ഞാൽ എത്രയാണോ, 1,50,000, 1,90,000, 1,80,000, 1,80,000. സോ അതിന്റെ റേഷ്യോ ഇസ് വാല്യൂ ഓഫ് അസറ്റ് എന്ന് എഴുതുന്നു ഞാൻ 15:10. എല്ലാത്തിനും 1 2 4 പൂജ്യത്തിന് ഞാൻ വെട്ടുകയാണ്. എല്ലാത്തിനും 4 പൂജ്യത്തിന് വെട്ടിയാൽ 15:19:18:10 8 ലാസ്റ്റ് 8,000 80,000. ഓക്കെ, 8 കിട്ടും. ഓക്കെ, ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക, ഈ റേഷ്യോയിൽ എല്ലാവർക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ക്ലിയർ? ഡിവൈഡ് ചെയ്യാൻ അറിയാം. 48,000 into 15 ഡിവൈഡഡ് ബൈ ഇതെല്ലാം കൂടി ആഡ് ചെയ്തിട്ട് കിട്ടുന്ന എമൗണ്ട്. ക്ലിയർ? അതും നമ്മൾ എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഐറ്റം ഇൻഷുറൻസ് ഓഫ് ബിൽഡിംഗ്. ഇൻഷുറൻസ് ഓഫ് ബിൽഡിംഗ് എന്തിന്റെ ബേസിലാണോ ഇൻഷുറൻസ് ഓഫ് ബിൽഡിങ്ങിന്റെ വാല്യൂ തന്നിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ തന്നില്ലെങ്കിൽ നമ്മൾ അഗെയിൻ ഏതെടുക്കും, ഫ്ലോർ ഏരിയന്റെ ബേസിൽ കൊടുക്കും. ക്ലിയർ? ഓക്കെ, ഇനി നിങ്ങൾ ക്വസ്റ്റ്യൻ മാത്രം നോക്കേ. റേറ്റ്സ് ആൻഡ് ടാക്സസ് എന്തിന്റെ ബേസിലാണ് കൊടുക്കുക? റേറ്റ്സ് ആൻഡ് ടാക്സസ് നമ്മൾ പറഞ്ഞ റെന്റ്, റേറ്റ്, ടാക്സ് ഫ്ലോർ ഏരിയന്റെ ബേസിൽ ഡിവൈഡ് ചെയ്യണം. അടുത്ത ഐറ്റം ലൈറ്റിംഗ് എന്തിന്റെ ബേസിൽ കൊടുക്കൂടോ? എടുത്തു നോക്കിയാട്ടെ ആ ടേബിള്. ലൈറ്റിംഗ് നമ്പർ ഓഫ് ലൈറ്റ് പോയിന്റ്സിന്റെ ബേസിൽ. നമ്പർ ഓഫ് ലൈറ്റ് പോയിന്റ്സ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടോ? തന്നിട്ടുണ്ട്. സോ അതിന്റെ ബേസിൽ നിങ്ങൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. പവർ എന്തിന്റെ ബേസിലാണോ? ഹോഴ്സ് പവർ ഓഫ് മെഷീൻ. HP എന്ന് പറഞ്ഞാൽ ഹോഴ്സ് പവർ ഓഫ് മെഷീൻ. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടോ? തന്നിട്ടുണ്ട്. 400, 300, 200, 200. പിന്നെ ലാസ്റ്റ് ഈന്റെ ഡിപ്പാർട്ട്മെന്റിൽ ഒരു ഹൈഫൺ കാണാം. അതിന്റെ അർത്ഥം ഈക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കണ്ട. ഈക്ക് എന്തില്ല, ഡിവൈഡ് ചെയ്ത് കൊടുക്കണ്ട. സോ നിങ്ങൾ ഏത് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക? 4:3:2:2:2 എന്ന് പറയുന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുക. ഈന്റെ കോളത്തിൽ നിങ്ങൾ എമൗണ്ട് എഴുതണ്ട. നെക്സ്റ്റ് സ്റ്റോർസ് ഓവർഹെഡ്. സ്റ്റോർസിന്റെ ഓവർഹെഡ് എന്തിന്റെ ബേസിലാണോ? സ്റ്റോർ ഓവർഹെഡ് എടുത്തു നോക്ക്. നിങ്ങൾ ഇതിലുണ്ട് ടേബിളിനകത്ത് കാണാം 16ാമത്തെ പോയിന്റ്. വാല്യൂ ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽ. വാല്യൂ ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽ തന്നിട്ടുണ്ടോ? തന്നിട്ടുണ്ട്. 90,000, 80,000, 60,000. ആർക്കില്ല? ഡിക്കില്ല. ഡിക്കില്ലെങ്കിൽ ഡിക്ക് കൊടുക്കണ്ട, അത്ര തന്നെ. സോ 9:8:6:4 എന്നുള്ള റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് സബ്സിഡി ടു ക്യാൻറ്റീൻ. ക്യാൻറ്റീൻ്റെ സബ്സിഡി നമ്പർ ഓഫ് എംപ്ലോയീസ് തന്നിട്ടുണ്ട്. സോ അതിന്റെ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഇത് ഇരുന്നിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക. അപ്പോഴേക്ക് ഞാനും ഇത് കംപ്ലീറ്റ് ചെയ്യും. എന്നിട്ട് നിങ്ങൾ ആൻസർ ഇതുമായിട്ട് ചെക്ക് ചെയ്യാം. ഓക്കെ, കാണുന്നുണ്ടല്ലോ ബോർഡിൽ ഓർഡർ വ്യത്യാസം ഉണ്ടാവും. നിങ്ങൾ ചെയ്ത ഓർഡറിൽ അതൊന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, ചെക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ നോക്കിയാട്ടെ ടോട്ടലിന്റെ കോളം ഞാൻ ടോട്ടൽ ചെയ്തിട്ടിട്ടുണ്ട്. എന്റെ കോളം ടോട്ടൽ ചെയ്തിട്ടിട്ടുണ്ട്. ബിന്റെ കോളം ടോട്ടൽ ചെയ്തിട്ടിട്ടുണ്ട്. സിന്റെ കോളം ടോട്ടൽ ചെയ്തിട്ടിട്ടുണ്ട്. ഡിന്റെ കോളം ടോട്ടൽ ചെയ്തിട്ടുണ്ട്. ഇന്റെ കോളം ടോട്ടൽ ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? അതിൽ ഓർമ്മിക്കേണ്ട കേസ് പവർ എന്ന് പറയുമ്പോൾ അതിൽ ഏത് കോളത്തിൽ എന്ന് പറയുന്ന കോളത്തിൽ ഹോഴ്സ് പവർ ഓഫ് മെഷീൻസ് തന്നിട്ടില്ല. അതിന്റെ അർത്ഥം അതിന് കൊടുക്കണ്ട. നിങ്ങൾ അപ്പോർഷൻ ചെയ്യുമ്പോൾ ആർക്ക് കൊടുത്താൽ മതി? എക്കും ബിക്കും സിക്കും ഡിക്കും കൊടുത്താൽ മതി. അടുത്തത് സെയിം സ്റ്റോർസ് ഓവർഹെഡ് വാല്യൂ ഓഫ് മെറ്റീരിയലിന്റെ ബേസിലാണ്. സോ വാല്യൂ ഓഫ് മെറ്റീരിയൽ ഡി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിന് തന്നിട്ടില്ല. അതിന്റെ അർത്ഥം എക്കും ബിക്കും സിക്കും ഇക്കും അപ്പോർഷൻ ചെയ്ത് കൊടുത്താൽ മതി. സി
ആ ടോട്ടൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തത് കറക്റ്റ് ആണ്. ഓക്കെ ഓക്കെ. ഇനി ഡിപ്രിസിയേഷൻ ഓഫ് ബിൽഡിംഗ്, അഗെയിൻ റിപ്പീറ്റിംഗ്, ഡിപ്രിസിയേഷൻ ഓഫ് ബിൽഡിംഗ് ബിൽഡിങ്ങിന്റെ വാല്യൂവിന്റെ ബേസിലാണ് അപ്പോർഷൻ ചെയ്യുക. ബട്ട് ഇവിടെ നമുക്കത് തരാത്ത കൊണ്ടാണ് നമ്മൾ ഫ്ലോർ ഏരിയ എടുത്തത്. അതേപോലെ ഇൻഷുറൻസ് ഓഫ് ബിൽഡിങ്ങും നമ്മൾ എന്തിന്റെ ബേസിലാണോ ചെയ്യുക, ബിൽഡിങ്ങിന്റെ വാല്യൂവിന്റെ ബേസിലാണ് ചെയ്യുക. ബട്ട് ഇവിടെ നമുക്കത് തരാത്ത കൊണ്ടാണ് നമ്മൾ ഫ്ലോർ ഏരിയ എടുത്തത്. അപ്പൊ ഇത് ക്ലിയർ ആയിരിക്കുന്നു വിചാരിക്കുന്നു. സോ ഇത് നിങ്ങൾ കറക്റ്റ് അല്ലെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി, നമുക്കത് ശരിയാക്കാം. ഓക്കെ, നാളെ ഇതേപോലത്തെ 2-3 പ്രോബ്ലം കൂടെ ഞാൻ തരും. അതിൽ എക്സ്ട്രാ ഐറ്റംസ് വരും. ഇങ്ങനെ തന്നെ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരും, നിങ്ങൾ ചെയ്യുക, ലാസ്റ്റ് ഞാൻ സൊല്യൂഷൻ കാണിച്ചു തരും. ഓക്കെ ഓക്കെ, താങ്ക്സ് കേട്ടോ. ഇന്നത്തെ ക്ലാസ് ഇസ് ഓവർ. നമുക്ക് നാളെ